പുകഴ്ത്തും ഞാൻ യേശുവിനെ എന്നും സന്തോഷത്തോടെയെന്നും വാഴ്ത്തുന്നു. എങ്ങനെ പുകഴ്ത്തും ഞാൻ യേശുവിനെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 36 സങ്കീർത്തനം അതിൻ്റെ 10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. ഡംബികളുടെ കാൽ എൻ്റെ നേരെ വരരുതേ, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു, അവർ മറിഞ്ഞു വീഴുന്നു, എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല. സ്തോത്രം. ഇവിടെ ഈ സങ്കീർത്തന ഭാഗം വായിച്ചു തരുമ്പോൾ ശത്രുക്കൾ നിമിത്തം അനുഭവിച്ച ഏറെ യാതന, ഇതിനിടയിൽ ദുഷ്ടന്മാർ നിമിത്തം അനുഭവിക്കുന്ന വേദന ഏറെ. എന്നാലും ഇതെല്ലാം വ്യക്തമായിട്ട് ദാവീദ് ദൈവസനിൽ അപേക്ഷിക്കുകയാണ്, എല്ലാം സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്സേറിയ വചനങ്ങളെ നമ്മൾ കേട്ടാൽ, ദാവീദ് എഴുതിയ വചനം എങ്ങനെ ഇത്ര മനോഹരമായിട്ട് എഴുതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ പുകഴ്ത്തണം, എത്രത്തോളം പുകഴ്ത്തിയാൽ തീരും ദൈവമക്കളെ. സ്തോത്രം. അത്രമാത്രം മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുകയല്ലേ. ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി നല്ലതായിട്ട് സാക്ഷിയെ തീരാൻ ദൈവം ഇടയാക്കട്ടെ, പാടി വാഴ്ത്തുവാൻ ഇടയാക്കട്ടെ. ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. ദുഷ്ടന്മാർ എത്രത്തോളം നമ്മളെ ആക്രമിക്കുമ്പോഴും ശത്രുക്കൾ നിമിത്തം എത്രയെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെ ഏൽപ്പിച്ചത് കർത്താവിന് മുമ്പ് ചെയ്യുക. സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മളെ പോറ്റി പുലർത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയാൽ ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനഭാഗങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദാവീദ് രാജാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവേ, തൻ്റെ ജീവിതാനുഭവത്തിൽ ശത്രുക്കൾ നിമിത്തം ദുഷ്ടന്മാർ നിമിത്തം ഏറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിലെ കർത്താവെ എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ വെച്ചുകൊണ്ട് അങ്ങയെ പുകഴ്ത്തുന്ന, അങ്ങയെ വാഴ്ത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട നാവ്, ആമേ സ്തോത്രം, ദാവീദ് രാജാവിന് ലഭിച്ചല്ലപ്പാ. നടികൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ ഹൃദയം കൊണ്ടും അതരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏറെ പ്രശ്നങ്ങളുടെ നടുവിൽ, ഏറെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ഇന്നുവരെയും പോറ്റി പുലർത്തിയ ദൈവത്തിന് സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ഏൽപ്പിച്ച വേലയൊക്കെ ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയായിരുന്നല്ലോ. ആമേ സ്തോത്രം. കർത്താവെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് നിറച്ചതോർത്തു സ്തോത്രം. കർത്താവെ, നൽകിയ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.